നമസ്കാരം, മച്ചാക്കാട്ടൂരാണേ. ഒത്തിരി നാളായി വീഡിയോസ് ചെയ്യുന്നില്ല. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത് എന്ന്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചുമ്മാതെ നല്ല മഴ, തോടൊക്കെ നിറഞ്ഞ് കവിയുന്നു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം കാണുന്ന ഒരു വിഷയം, ഏറ്റവും കൂടുതൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും സംസാരിക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത് അഭിഹിതത്തെക്കുറിച്ചാണ്. അപ്പം ഞാനും വിചാരിച്ച് എന്നാൽ എന്തെങ്കിലും നമുക്കറിയാവുന്നത് എന്തെങ്കിലും നമുക്കൊന്ന് പറയാം എന്ന് വിചാരിച്ചു. അപ്പം സത്യത്തിൽ ഈ അഭിഹിതം എന്ന് പറയുന്നത് ഒരു ഹിതമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറയാം. നമ്മളൊരു പരസ്പര ധാരണയോട് പോകുന്ന ഒരു സംഭവമാണ് കുടുംബം എന്ന് പറയുന്നത്. പണ്ടുള്ളവർ പറയത്തില്ലേ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്ന കൂട്ടുകുടുംബത്തിൽ ജീവിച്ചിട്ടാണ് നമ്മളെല്ലാം ഇന്ന് ഒരു ചുരുങ്ങിയ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭാര്യ തീർച്ചയായിട്ടും ഭർത്താവിനോട് ഷെയർ ചെയ്യും. അതല്ല, ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവ് ഭാര്യയോട് ഷെയർ ചെയ്യും. അതിലുപരി ഞാൻ പറയാൻ വന്ന പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളിത് ഷെയർ ചെയ്യാതെ അതൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നിങ്ങളിത് ഷെയർ ചെയ്യാതെ നിങ്ങൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുകയാണെന്ന് കൂട്ടിക്കും. ഒരു പക്ഷേ ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സൗന്ദര്യമോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാതൊരു കാര്യമായിരിക്കത്തില്ല. ഒരേ ഒരു കാര്യം മാത്രമായിരിക്കും, ശരീരം മാത്രമായിരിക്കും. മനസ്സിലായോ? മനുഷ്യൻ ഒരിക്കലും നിലനിൽക്കാത്ത, എന്നും ഒരുപോലെ നിലനിൽക്കാത്ത ഒന്നാണ് ശരീരം എന്ന് പറയുന്നത്. ആ ഒരു ശരീരത്തെ മാത്രമായിരിക്കും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. അവിടെ അത് പുരുഷനായാൽ തന്നെയും സ്ത്രീ ആയാൽ തന്നെയും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാളുകൾക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പേരും, ഒരു പുരുഷനാണ് ഒരു മറ്റൊരാളുടെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ, അതല്ല ഒരു സ്ത്രീയാണ് മറ്റൊരു പുരുഷനെ, ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പുരുഷനെ തേടി പോകുന്നത് എങ്കിൽ, ഇതെല്ലാം ഒരേ ഒരു കാര്യം മാത്രമായിരിക്കും അവരുടെ ഉദ്ദേശം, നിങ്ങളുടെ ശരീരം മാത്രമാണ്. ആ ശരീരത്തിന് എന്തെങ്കിലും ഒരു ഭ്രമം വന്നാൽ തീർച്ചയായിട്ടും ഇത് സെപ്പറേറ്റഡ് ആകും. അതുപോലെ തന്നെ കുറേ കാലം കഴിയുമ്പോൾ ആശയപ്പൊരുത്തം മൂലം ഈ ബന്ധം വേർപെടാൻ ഭയങ്കരമായ ചാൻസ് ഉണ്ടാകും. ഭയങ്കരമായ നല്ല തീവ്രമായ ചാൻസാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒറ്റപ്പെടുന്നൊരു സാഹചര്യം വരും. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ വെറുക്കപ്പെടും, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വെറുക്കപ്പെടും, നിങ്ങളുടെ പൊതുസമൂഹം, നിങ്ങളെ അറിയപ്പെടുന്ന എല്ലാവരും നിങ്ങളെ വെറുക്കപ്പെടും. അതേപോലെ തന്നെ ആയിരിക്കും ആ പുരുഷനും സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിനേക്കാൾ ഏറ്റവും നല്ലതാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യയും മക്കളും, ആ ഒരു എൻ്റർടൈൻമെൻറ്റ്. അതായത് നമ്മുടെ എല്ലാ മനുഷ്യനും പോരായ്മകളുണ്ട്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് തുറന്ന് സംസാരിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല ജീവിതം. ഇത് ഞാൻ ഒരു തെറ്റായി പറഞ്ഞായിട്ട് ഒരിക്കലും കരുതരുത്. എൻ്റെ ഒരു വാക്കാണിത്.